കനത്ത മഴ 2 ദിവസം അവധിയെടുത്തതോടെ തകരാറിലായ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള നടപടികളുമായി പൊതുമരാമത്ത് വകുപ്പ് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. കനത്ത കാലവർഷത്തിന് കഴിഞ്ഞ 2 ദിവസമായാണ് നേരിയ ഒരു ഇടവേള ലഭിച്ചിരിക്കുന്നത്. 1-ാം നമ്പർ സംസ്ഥാന ഹൈവേ ആയ MC റോഡടക്കം കനത്ത മഴയിൽ തകർന്ന് തരിപ്പണമായിരുന്നത് ദുരിതയാത്രയാണ് ജനങ്ങൾക്ക് സമ്മാനിച്ചത്. നൂറുകണക്കായ യാത്രക്കാരും വാഹനങ്ങളും നടുവൊടിക്കും വിധം MC റോഡടക്കം യാത്ര നടത്തേണ്ടുന്ന ഗതികേടിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. നേരിയ പരിഹാരമെന്ന ലക്ഷ്യവുമായി തകർന്ന റോഡുകളിൽ പാറപ്പൊടിയും കലർന്ന മിശ്രിതമെത്തിച്ച് കുഴിയടയ്ക്കാൻ പൊതുമരാമത്ത് വകുപ്പ് പലതവണ ശ്രമം നടത്തിയെങ്കിലും ഇത് വിജയിപ്പിക്കുവാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല. ചെറിയ കുഴിയായിരുന്നപ്പോൾ ഇത് അടയ്ക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് പലതവണ മാധ്യമങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയെങ്കിലും ഇത് കേൾക്കാൻ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്ന് ചെറിയ കുഴികൾ വലിയ ഗർത്തങ്ങളായി മാറ്റപ്പെടുന്ന കാഴ്ചകളും ദുരിതം പേറുന്ന യാത്രകളും ഏറ്റുവാങ്ങേണ്ടുന്ന അവസ്ഥയിലായിരുന്നു നാട്ടുകാരും വാഹനങ്ങളും. മഴയ്ക്ക് നേരിയ ശമനം വന്നതോടെ കുറവരങ്ങാട് മേഖലയിൽ സെൻട്രൽ ജംഗ്ഷന് സമീപമുള്ള ഗട്ടറുകൾ അടയ്ക്കാനാണ് പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ജില്ലാ വികസന സമിതി യോഗം നടന്നപ്പോഴും റോഡുകളുടെ ശോച്യാവസ്ഥ പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. 2 ആഴ്ചക്കുള്ളിൽ ജില്ലയിലെ മുഴുവൻ റോഡുകളും യാത്രായോഗ്യമാക്കും വിധം കുഴികളടയ്ക്കുവാനും ആവശ്യമുള്ളിടത്ത് റീടാറിംഗ് നടത്താനുമാണ് ജില്ലാ വികസന സമിതിയടക്കം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജില്ലാ വികസന സമിതി യോഗത്തിൽ പങ്കെടുത്ത ജനപ്രതിനിധികളടക്കം ഈ ആവശ്യം ഉന്നയിക്കുകയും ഇത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. മഴയെ തുടർന്ന് റോഡ് ശോച്യാവസ്ഥയിലായത് പലപ്പോഴും വലിയ അപകടങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്തിരുന്നു. ആടിയുലയുന്ന വാഹനങ്ങൾ പലപ്പോഴും തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷ നേടിയിരുന്നത്. അനധികൃതമായി ഓടകളുടെ കയ്യേറ്റവും ഓടകളിൽ വെള്ളമൊഴുക്ക് അസാധ്യമായതുമാണ് റോഡ് തകരാൻ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മഴ മാറിയെന്നതോടുകൂടി പൊതുമരാമത്ത് വകുപ്പ് രംഗത്തിറങ്ങിയ സാഹചര്യത്തിൽ നടുവൊടിക്കുന്ന യാത്രയ്ക്ക് നേരിയ ഒരളവ് വരെയെങ്കിലും പരിഹാരമാകുമെന്നാണ് ഇപ്പോൾ നാടിന്റെ പ്രതീക്ഷ.